ഭയങ്കരമായൊരടുപ്പമാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ അയൽപക്കത്തോ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയെ പോലെ. ആകെ പരിചയം സുവിശേഷങ്ങൾ വായിച്ച് വായിച്ച് വളരെ അടുപ്പമുള്ളൊരു മനുഷ്യനായി, ഒരു സുഹൃത്തിനെ പോലെ, അയൽപക്കക്കാരനെ പോലെ, നാട്ടുകാരനെ പോലെ സുവിശേഷത്തിൽ നമുക്ക് അടുപ്പമുള്ളൊരു വ്യക്തിത്വമാണ് സക്കേവൂസ്. നാളെ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ സക്കേവൂസ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നീ മറന്നാലും നിന്നെ മറക്കാതെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്. 3 കാര്യങ്ങളാണ് സക്കേവൂസും സക്കേവൂസിൻ്റെ കുടുംബവും ഈശോയോട് ചേർന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ആദ്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സക്കേവൂസ് തൻ്റെ ജീവിതം കൊണ്ട്. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവൻ്റെ ഒരു ശൂന്യതാബോധത്തോടു കൂടിയാണോ നീ ജീവിക്കുന്നത്? ഇന്നലെ വരെ ഞാൻ അങ്ങനെയായിരുന്നു. സമ്പത്തുണ്ട്, സൗഭാഗ്യങ്ങളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്. പക്ഷേ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിത്വമാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് വലിയ ദാരിദ്ര്യമായിരുന്നു. ദൈവസ്നേഹമില്ലാത്ത, ദൈവസാന്നിധ്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഇന്നലെ ഞാൻ. ഇപ്പോൾ സക്കേവൂസ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാം ഉണ്ടെന്ന് നാട്ടുകാർ പറയും, എല്ലാവരും ഉണ്ടെന്ന് നമ്മളും ചിന്തിക്കും. പക്ഷേ ദൈവം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. രണ്ടാമത് ഈ മനുഷ്യൻ പറയുകയാണ്, ഈശോയെ കാണാൻ വേണ്ടി സിക്കമോർ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുക. ഈശോ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നീ ബലം വെച്ചിരിക്കുന്ന, ആശ്രയം വെച്ചിരിക്കുന്ന മരവും ചില്ലകളും ഉപേക്ഷിച്ച് താഴത്തേക്ക് വാ. നിന്നെ കാത്തിരിക്കുന്നുണ്ട് ദൈവം. പല കാര്യങ്ങളും നമ്മൾ ആശ്രയം വെച്ചിട്ടുണ്ട്, പലതിലും ബലം വെച്ച് നമ്മൾ ജീവിക്കുക. പക്ഷേ നമ്മുടെ ദൈവം ഉറപ്പെടുത്തുകയാണ്, എന്നെ കൂടാതെ നിനക്കൊരു ജീവിതമില്ല. ഈ നോമ്പുകാരൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത് ഈശോ നമ്മളെ മാടി വിളിക്കുകയാണ്, താഴേക്ക് വാ. നിറവായി, നിലവായി, നിറസാന്നിധ്യമായി കൂടെയുള്ള ഈശോയുടെ അരികിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. സക്കേവൂസിൻ്റെ കുടുംബം ഈശോയോടൊപ്പം താഴത്തേക്ക് വാ. നിയമാവർത്തന പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? താഴത്തേക്ക് വാ, ഈശോടൊപ്പമായിരിക്കെ. സക്കേവൂസിൻ്റെ കുടുംബം പോലെ എൻ്റെ കുടുംബവും എൻ്റെ ജീവിതവും രക്ഷ പ്രാപിക്കുന്നൊരു സുദിനമായി ഈ ദിവസം മാറട്ടെ. ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളിലും നമ്മുടെ കുടുംബത്തിലും സമൃദ്ധമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.